ഡോക്ടറെ എന്താ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താ ഡോക്ടറെ? എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലെ ലെയറാണ് എൻഡോമെട്രിയം. അതിനുള്ളിലെ ടിഷ്യൂസ് ഈ യൂട്രസിന് പുറത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ. A few moments later. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാ? മോസ്റ്റ്ലി എല്ലാവരും പറയുന്ന ഒരു സിംറ്റം ഭയങ്കര സിവിയർ ആയിട്ടുള്ള പീരിയഡ്സിൻ്റെ സമയത്തെ ക്രാംസ് ആണ്. അതുകൂടാതെ കോൺടാക്ട് ചെയ്യുമ്പോൾ പെയിൻ, അല്ലെങ്കിൽ യൂറിൻ അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുമ്പോൾ പെയിൻ, അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ്, ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ആണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ എപ്പോഴും പീരിയഡ്സിൽ കാണുന്ന പെയിന് എൻഡോമെട്രിയോസിസ് ആവണം എന്നില്ല. ശരി. ഡോക്ടറെ, അപ്പോൾ ഈ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടോ? എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ എൻഡോമെട്രിയോസിസ് ഉള്ളവരുടെ പെൽവിക് എൻവയോൺമെന്റ് കുറച്ച് ടോക്സിക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് സ്പേമിനാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും കുറച്ച് ടോക്സിക് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂട്രൈൻ ഡിസ്റ്റോർഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓവത്തിൻ്റെ പിക്കപ്പ് ആണെങ്കിലും ഈ സ്പേം ട്യൂബ് വരെ എത്തുന്നതാണെങ്കിലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശരി.